ഹലോ ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BA എക്കണോമിക്സ് 6th സെമസ്റ്ററിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക് തോട്ട് എന്ന വിഷയത്തിൻ്റെ എക്സാമാണ് വരുന്ന തിങ്കളാഴ്ച. അപ്പോൾ ഈ എക്സാമിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന essay ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മെർക്കൻറ്റലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും essay ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ എക്സാമിനും ഷോർട്ട് essay ആയിട്ടോ ലോങ് essay ആയിട്ടോ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെർക്കൻറ്റലിസം, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഓഫ് മെർക്കൻറ്റലിസം, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് മെർക്കൻറ്റലിസം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യുക. 5 മാർക്കിനോ 10 മാർക്കിനോ എന്തായാലും ഇത് ചോദിക്കുന്നതാണ്. അടുത്ത ടോപ്പിക്കാണ് ദി ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 5 മാർക്കിനും 10 മാർക്കിനും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിച്ച് പോവുക. കഴിഞ്ഞ വർഷങ്ങളിൽ 5 മാർക്കിന് ഇതിൻ്റെ ദി ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഐഡിയാസും അതുപോലെ അതിൻ്റെ എഫക്ട്സും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 10 മാർക്കിനോ 5 മാർക്കിനോ ദി ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അടുത്തതാണ് ഫിസിയോക്രസി. ഫിസിയോക്രസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ മേജർ എക്കണോമിക് ഐഡിയാസ് ഓഫ് ഫിസിയോക്രസി പോലെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിൽ 5 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 5 മാർക്കിനോ 10 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫിസിയോക്രാറ്റിക് സ്കൂൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു പോവാം. അടുത്തത് കോൺട്രിബ്യൂഷൻസ് ഓഫ് ആഡം സ്മിത്ത് അല്ലെങ്കിൽ വർക്ക്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ആഡം സ്മിത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും 5 മാർക്കിനോ 10 മാർക്കിനോ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. കൂടുതലും 5 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നല്ല തറവായിട്ട് തന്നെ ഈ ടോപ്പിക്ക് കവർ ചെയ്യുക. നെക്സ്റ്റ് ആണ് കീനേഷ്യൻ എക്കണോമിക്സ്. കീനേഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ മീനിങ്ങും കീൻസ് കോൺട്രിബ്യൂഷൻസ് ടു എക്കണോമിക്സ് എന്നുള്ളതും കൂടി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. 5 മാർക്കിനോ 10 മാർക്കിനോ എന്തായാലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അത് പ്രതീക്ഷിക്കാം. അടുത്തത് സോഷ്യലിസ്റ്റ് എക്കണോമിക് തോട്ട്സ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാർക്സിയൻ എക്കണോമിക്സ് എന്നുള്ളത്. ഈ മാർക്സിയൻ എക്കണോമിക്സ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നിട്ട് നമുക്ക് മാർക്സിസം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിന് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഭാഗം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്സിസം എന്താണ്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് മാർക്സ് എന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് ഓടിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഇന്ത്യൻ എക്കണോമിക് തോട്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നിട്ട് ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഭാഗമാണ്. അതിൽ ഇക്കണോമിക് ഐഡിയാസ് ഓഫ് ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ഡ്രെയിൻ തിയറി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് 5 മാർക്കിനും 10 മാർക്കിനും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. 2 മാർക്കിന് ഡ്രെയിൻ തിയറി എന്നുള്ള ഭാഗത്ത് നിന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചു പോവുക. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന അവസാനത്തെ ടോപ്പിക്കാണ്. അതായത് ഡേവിഡ് റിക്കാർഡോയെ കുറിച്ചിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്, റിക്കാർഡിയൻ തിയറീസ്, അതുപോലെ തന്നെ സ്റ്റേഷനറി സ്റ്റേറ്റ്, ലെഗസി ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് റിക്കാർഡോ തുടങ്ങിയ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. അതുപോലെ തന്നെ റിക്കാർഡിയൻ തിയറി ഓഫ് റെൻറ്റ് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് പോവുക. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കവർ ചെയ്ത് പോയാൽ പോലും നമുക്കൊരു പാസ് മാർക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്സിൽ നിന്ന് എന്തായാലും 5 മാർക്കിനും 10 മാർക്കിനും എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.